ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് റമദാനിലെ ഫസ്റ്റ് വ്ളോഗാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ റമദാനിന് മുന്നേ വരണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ആദിൽക്കാക്ക് സൺഡേ ആയിരുന്നു ലീവ്. മലപ്പുറം കിഴക്കേത്തല ഇപ്പോൾ പുതിയതായി ഓപ്പൺ ചെയ്ത ജംജുമിലാണ് കേട്ടോ ഞങ്ങൾ വന്നത്. പിന്നെ ആദ്യം ഞങ്ങൾ വന്നത് ഈ ഒരു ക്രോക്കറി ഐറ്റംസ് ഉള്ള ഈ ഒരു സെക്ഷനിലാണ്. എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഇതുപോലത്തെ ഐറ്റംസ് എല്ലാം കാണാൻ. ഈ ഭാഗത്തായിട്ടൊക്കെ നല്ല വെറൈറ്റീസ് ഡിന്നർ സെറ്റൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടേക്ക് കപ്പാണ്, നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് കപ്പിൻ്റെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഇലക്ട്രോണിക് ഐറ്റംസ് ആണ്. ഈ ബാസ്ക്കറ്റിനൊക്കെ 625 ആണ് റേറ്റ് വരുന്നത്. ഇതിന് 200 സംതിങ് ആണ് കേട്ടോ വരുന്നത്. ഇതിൽ ഡേറ്റ്സും നട്ട്സൊക്കെ ഇട്ട് വെച്ചാൽ നല്ല അടിപൊളിയായിരിക്കും. നമുക്ക് ടേബിളിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഇവിടെ ഗ്ലാസ് ടീ പോട്ടൊക്കെ ഉണ്ട്. ഇതിനൊക്കെ 700 സംതിങ് ആട്ടോ വരുന്നത്. പിന്നെ നമുക്ക് കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല അടിപൊളി കണ്ടെയ്നേഴ്സും ഡെക്കോർ ഐറ്റംസും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഈ വുഡൻ ട്രേയിലുള്ള ഈ ഒരു ടീ ഷുഗർ കോഫി കണ്ടെയ്നേഴ്സിന് 1949 റേറ്റ് വരുന്നത്. പിന്നെ നല്ല ഗോൾഡൻ സ്റ്റാൻഡിലൊക്കെ വരുന്ന ഒരുപാട് നല്ല നല്ല യുണീക്കായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട്. ഇവിടെ ഒരുപാട് ഹാൻഡ് വാഷ് ഡിസ്പെൻസർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നല്ല വെറൈറ്റീസ് ഓയിൽ ബോട്ടിൽസ് ഉണ്ട് കേട്ടോ. ഈ പിങ്ക് ഡിന്നർ സെറ്റ് നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ടൊരു ഗോൾഡൻ ബോർഡറൊക്കെ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഈ ഒരു ഓഫ് വൈറ്റ് ഡിന്നർ സെറ്റും നല്ല ക്യൂട്ടാണ്. പിന്നെ ഇത് നല്ലൊരു വെറൈറ്റി ആയി തോന്നിട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു. ഒരു ഗ്രേ ടച്ച് നല്ല ഗോൾഡൻ ബോർഡറൊക്കെ വന്നിട്ട്. അപ്പോൾ മൊത്തം ഇങ്ങനെയാണ് കേട്ടോ വ്യൂ വരുന്നത്. ഇനിയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. മൊത്തം നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ടൈമും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവിടെ ഒരുപാട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ഹോം ഡെക്കോർ ഐറ്റംസ് ഉണ്ട്.
പിന്നെ അത് ഇവിടെ ഒരുപാട് മെലാമിൻ കളക്ഷൻസ് ആണ്. ഇതെല്ലാം ഫുഡൊക്കെ സെർവ് ചെയ്യാൻ നല്ല അടിപൊളിയായിരിക്കും. ഇതിന് 145 റേറ്റ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് 185. ഫൈബറിനേക്കാളും കുറച്ചും കൂടെ ക്വാളിറ്റി ഉണ്ടാവും ഈ ഒരു പാത്രങ്ങൾക്ക്. പിന്നെ ഇവിടെയൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഒരുപാട് സ്റ്റീൽ ഐറ്റംസ് ആണ് വരുന്നത്. പിന്നെ ഇതാ ഈ ഒരു കണ്ടെയ്നേഴ്സ് ഓഫറിൽ വെച്ചിട്ടുള്ളതാണ്. ഇതിന് 5 പീസിന് വെറും 149 വരുന്നത്. പിന്നെ ഇവിടെ ദാ ഇതിലും 5 പീസാണ് കേട്ടോ, 159 റേറ്റ് വരുന്നത്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരുപാട് ബാസ്ക്കറ്റും പ്ലാസ്റ്റിക്കിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ അതാ ഞങ്ങൾ താഴത്തെ ഫ്ലോറിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ മൊത്തം ഫുഡ് ഐറ്റംസ് ആണ്. വെജിറ്റബിളും ഫ്രൂട്ട്സും ഗ്രോസറി ഐറ്റംസൊക്കെ ഈ ഒരു ഫ്ലോറിലാണ്. റമദാൻ ആയതുകൊണ്ട് തന്നെ റൂഅഫ്സക്കൊക്കെ നല്ലോണം ഓഫറുണ്ട്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണല്ലോ റൂഅഫ്സ. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. ഈ ചിക്കൻ നഗറ്റ്സിനൊക്കെ 625 വരുന്നത്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ അതാ നമ്മൾ ബില്ല് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഒരു 3 മണിക്ക് ശേഷമൊക്കെ ഉണ്ട് കേട്ടോ ഞാനിന്ന് കിച്ചണിൽ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ അതാ അന്നേക്ക് വേണ്ട ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. ഇപ്പം നല്ലോണം ചൂടാണല്ലോ, അതുകൊണ്ട് തന്നെ ഫ്രൈ ഐറ്റംസൊക്കെ മാക്സിമം കുറച്ചിട്ട് ഫ്രൂട്ട്സും ജ്യൂസൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ എല്ലാവരും ശ്രമിക്കുക. ഒരു അരമണിക്കൂർ മഞ്ഞളും ഉപ്പും വിനീഗറും ചേർത്തിട്ട് വെക്കും. എന്നിട്ട് കഴുകിയെടുക്കും. അപ്പോൾ അതിലെ വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. ഇന്ന് പത്തിരിയും ബീഫ് കറിയും റെഡിയാക്കാമെന്നാട്ടോ വിചാരിച്ചത്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഇതാ ബീഫൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ്.
ഇതാ കട്ലറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുക്കണം. നമ്മൾ ഡെയിലി അങ്ങനെ ഫ്രൈ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാറില്ല. പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാട്ടോ, അവർ നോമ്പ് പിടിക്കുന്നതല്ല. അവർ പറയുമ്പോൾ അങ്ങനെ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ആദിൽക്കാക്കും അങ്ങനെ സ്നാക്സ് ആണെന്ന് അങ്ങനത്തെ നിർബന്ധം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ അത് അമ്മനും അസലും ഇവിടെ എൻ്റെ കൂടെ കിച്ചണിലുണ്ട് കേട്ടോ. അസൽ നോമ്പ് പിടിച്ചിട്ടുണ്ട്, എപ്പോഴാ ബാങ്ക് കൊടുക്കാന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുകയാണ്. അവന് സ്വയം നോറ്റതാണ് കേട്ടോ. അവന് ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ നോമ്പ് നോൽപ്പിക്കാനൊന്നും അത്ര ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ഫുഡ് കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല. ഫുഡ് കഴിക്കാതെ ഒന്നും നോമ്പെടുക്കാൻ, പ്രത്യേകിച്ച് ഈ ഒരു ചൂടുകാലത്ത് ദാഹവും ഒക്കെ ഉള്ളതല്ലേ. അപ്പോൾ അവന് സ്വയം ഇഷ്ടത്തിന് അങ്ങനെ നോറ്റതാണ്. വറുത്തരച്ച ബീഫ് കറിയാണ് കേട്ടോ റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സവാള, തക്കാളി, പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ബീഫ് മസാലപ്പൊടികൾ, ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കും. എന്നിട്ട് അതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ച തേങ്ങയും പിന്നെ കുറച്ച് പച്ച തേങ്ങ ഉണ്ട് കേട്ടോ, അതും കൂടെ ചേർത്തിട്ട് അരച്ചിട്ട് പേസ്റ്റാക്കിയിട്ട് അങ്ങനെ അതും കൂടെ ചേർത്ത് കൊടുക്കും. പിന്നെ കറി വറവിട്ടെടുക്കും. നമ്മൾ തേങ്ങ ചിരവി വെച്ചതും വറുത്ത് വെച്ചതൊക്കെ എൻ്റെ പ്രിപ്പറേഷൻ വ്ലോഗിൽ കണ്ടവർക്ക് അറിയാം. ഇങ്ങനെ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നല്ല ഈസിയാണ് കേട്ടോ റമദാനിൽ. തേങ്ങയിലേക്ക് ഒരു 3-4 ചെറിയുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ പത്തിരിക്കുള്ള പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് കുഴച്ചിട്ട് ബോൾസാക്കി എടുക്കണം. ഇത്തിരി ഇതുപോലെ പ്രസ് ചെയ്തിട്ടാണ് കേട്ടോ ചുട്ടെടുക്കൽ, പരത്താറില്ല. പിന്നെ വെച്ചിട്ടുണ്ട്. ഇനി ആവുന്നതിനനുസരിച്ച് പ്രസ് ചെയ്തിട്ട് അങ്ങനെ ഓരോന്നായിട്ട് ചുട്ടെടുക്കലാണ്. ഇങ്ങനെ ചെയ്താലേ ഈ പത്തിരിപ്പണി ഒരു ബുദ്ധിമുട്ടായി തോന്നാറില്ല. പരത്താനൊക്കെ നിന്നാൽ ഒരുപാട് സമയം വേണ്ടി വരും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പൊടി തട്ടിയിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കും. ആ ഒരു സമയം കൊണ്ട് തന്നെ അടുത്തത് പ്രസ് ചെയ്യും. ഇടയ്ക്ക് പ്രസ്സിലൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ പത്തിരിയൊക്കെ റെഡിയായി. ഇനി ബീഫിലേക്കൊന്ന് തേങ്ങ അരപ്പൊന്ന് ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലും കൂടെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കട്ലറ്റിനുള്ള മസാല ഒന്ന് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പാനിൽ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് 2-3 വലിയ സവാള, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മല്ലി, മുളക്, മഞ്ഞൾ, കുരുമുളക്, ഗരം മസാല അങ്ങനെയെല്ലാം ഞാൻ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബീഫ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. വേവിച്ചുടച്ചെടുത്ത ഉരുളക്കിഴങ്ങ് കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഫ്രോസൺ ഗ്രീൻ പീസും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ മല്ലിയിലും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് ഞാൻ ചേർത്ത് കൊടുക്കാൻ വിട്ടതാണ്. കുറച്ച് ലൈം ജ്യൂസ് റെഡിയാക്കുന്നുണ്ട്.
അപ്പം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഷുഗറാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷുഗറെല്ലാം പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. പിന്നെ നോമ്പ് തുറക്കാനായപ്പോഴാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത്. എല്ലാം ഒന്ന് ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സും ബീഫ് കറിയും പത്തിരിയും കട്ട്ലറ്റൊക്കെ ഫ്രൈ ആക്കി എടുത്തു. പിന്നെ നമ്മൾ റൂഹ്ഫ്സ വെച്ചിട്ട് ഡ്രിങ്കും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോ എടുക്കാനുള്ള ടൈമും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ ഇഫ്താർ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ.